श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने रामनामवरानने। जय गुरुनाथ सद्गुरुनाथ शरणं शरणं गुरुनाथ ओम गुरुनाथ मम नाथ श्री സത്യാനന്ദ ഗുരുനാഥ. നമസ്കാരം. രാമായണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ യജ്ഞം തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ റൂട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതായത് സാധാരണ രീതിയിൽ ആളുകളെല്ലാം രാമായണത്തെ കാണുന്നത് രാമൻ്റെ അയനമായിട്ടാണ്, അല്ലെങ്കിൽ രാമൻ്റെ യാത്രയായിട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അത് വാൽമീകിയുടെ ആത്മകഥയായിട്ടാണ്. അതായത് രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരനിൽ നിന്ന് വളർന്ന് വാൽമീകി എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭയായിട്ട് മാറിയ ആ മഹാപുരുഷൻ്റെ കഥ. എന്തിനാണ് ആ കഥ പറയുന്നതെന്ന് ചോദിച്ചാൽ, എന്തിന് അദ്ദേഹം അങ്ങനെ ഒരു ആത്മകഥ എഴുതി, അതും പ്രതീകങ്ങളിലൂടെ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് വേണ്ടി. നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു രത്നാകരനുണ്ട്, രത്നം കയ്യിലുള്ളവൻ, പക്ഷേ ആ രത്നത്തിൻ്റെ വില അറിഞ്ഞൂടാത്തവൻ. അതായത് നമ്മുടെ യഥാർത്ഥ ആധ്യാത്മിക വ്യക്തിത്വം എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക സുഖങ്ങളിലൊക്കെ പുറകെ അലയുന്നതും ഭൗതിക സ്ഥാനങ്ങൾ മാനങ്ങൾക്ക് വേണ്ടി തല്ലി കരയുന്നതും ഒക്കെ. അല്ല, നമ്മുടെ ആധ്യാത്മിക വ്യക്തിത്വം നമുക്ക് മനസ്സിലായെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാകുന്നുവെങ്കിൽ, പിന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള അശാന്തിയുമില്ല. ഒരിക്കൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. അദ്ദേഹം ടിബറ്റിൽ ലാമമാരെ കാണാൻ പോയി, ടിബറ്റിൻ പ്രശ്നം നടക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് ആ ഒരു ലാമമാരുടെയൊക്കെ അവരുടെയൊക്കെ ബുദ്ധവിഹാരങ്ങളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങേപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഒരു ബുദ്ധ സന്യാസിയായിട്ടിരിപ്പുണ്ട്. അദ്ദേഹം ദൂരെയുള്ളൊരു ഗുഹയിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം വലിയ അറിവുള്ള ആളാണ്, ഒരുപാട് ഡിഗ്രികളൊക്കെ ഉള്ള ഒരാളാണ്, പഠിക്കുന്ന സമയത്ത് മിടുമിടുക്കനായിട്ട് പഠിച്ച ഒരാളാണ്. അപ്പോൾ നെഹ്റുവിന് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകണമെന്ന് തോന്നി. ലാമമാരുടെ സഹായത്തോടെ അദ്ദേഹം പോയി ഗുഹയിലെത്തി ആ ചെറുപ്പക്കാരനെ കണ്ടു. അപ്പോൾ ആൾ തല ഇങ്ങനെ മുട്ടക്കടിച്ച് കാവ്യ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ആളെ. അദ്ദേഹം ഒരു ഇരിക്കാനൊരു പായൊക്കെ ഇട്ട് കൊടുത്തു. നെഹ്റു ഇരിക്കാൻ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എന്തിനാണ് ഇന്ത്യയിൽ വന്നെന്നും ഇന്ത്യയുടെ ആധ്യാത്മിക തേജസ് എന്താണെന്നും, എന്തെങ്കിലും ആധ്യാത്മികതയിൽ ഉയരണമെങ്കിൽ അല്ലെങ്കിൽ ആധ്യാത്മികമായി എന്തെങ്കിലും നേടണമെങ്കിൽ ഇന്ത്യയിൽ വരണമെന്നൊക്കെ അദ്ദേഹം അഭിപ്രായം വിട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ശാന്തവും വളരെ സുന്ദരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ ഇങ്ങനൊരു അനുഭൂതി ജീവിതത്തിൽ കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് എനിക്കത് കിട്ടുന്നത്. അപ്പോൾ നെഹ്റു ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഞാൻ കണ്ടു, അതുവഴിയാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ജർമ്മൻകാരൻ ഡോക്ടറാണ്, MBBS പോലെ എന്തൊക്കെ പഠിച്ചൊരു ഡോക്ടറാണ്. നെഹ്റു പറയാണ്, ഞാൻ വഴിയിൽ ഒരുപാട് ആളുകളെ കണ്ടു, അവരിൽ പലരും ദരിദ്രരാണ്, രോഗികളാണ്, കുട്ടികൾ പോലും ഉണ്ട്, ഒരുപാട് രോഗം വന്നവർ. അങ്ങ് MBBSലൊക്കെ പാസ്സായി, അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടറാണല്ലോ, അങ്ങ് ഈ ഗുഹയിലിരുന്ന് ഇങ്ങനെ ജീവിതം വേസ്റ്റ് ചെയ്യാതെ, അതിപ്പോൾ 5-6 വർഷം എവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, അങ്ങക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ പോയി അവിടുത്തെ ആളുകളുടെ സുഖങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ചികിത്സിക്കാം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തൂടെ? എന്ത് ആണ് നിങ്ങൾ നേടുന്നത് ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഈ ഗുഹയിൽ ഇത്രയും കാലം ഇരിക്കുന്നുണ്ട്? വൈ ഡു യു വേസ്റ്റ് യുവർ ലൈഫ് എന്ന് നെഹ്റു ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നെഹ്റു, അങ്ങ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളല്ലേ, നല്ല അറിവൊക്കെ ഉള്ള ആളല്ലേ, അങ്ങ് ചരിത്രത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആളല്ലേ, അങ്ങൊരു ഇന്ത്യക്കാരനും കൂടെയല്ലേ, അങ്ങ് എന്തിനാണ് ഈ പ്രധാനമന്ത്രിയാവാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ ജീവിതം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? അങ്ങേക്ക് ഇവിടെ വന്നിരുന്ന് എന്നെ പോലെ ഒരു ഗുഹയിലിരുന്ന് ധ്യാനിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തിക്കൂടെ? നോക്കൂ, ഇതാണ് റഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന വളരെ ഫേമസ് നോവലിസ്റ്റ് പറഞ്ഞത്. ഈസ്റ്റ് ഈസ് ഈസ്റ്റ്, വെസ്റ്റ് ഈസ് വെസ്റ്റ്, ദേ വിൽ നെവർ മീറ്റ്. ഇത് രണ്ടും മീറ്റ് ചെയ്യാൻ പറ്റില്ല.
നമ്മൾ പാശ്ചാത്യ രീതിയിലാണ് ചിന്തിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം പാശ്ചാത്യ രീതിയാണ്. അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ എത്രയൊക്കെ നേടാമോ അത്രയും നേടണം എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രസിദ്ധി വേണം, നിങ്ങളെ 10 പേരെ അറിയണം, നിങ്ങൾക്ക് ഒരുപാട് പണം വേണം, ഒരുപാട് സൗകര്യങ്ങൾ വേണം, എവിടെ ചെന്നാലും നിങ്ങൾ ആദരിക്കപ്പെടണം, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിതം വൻ വിജയമാവും. ഇതാണ് വെസ്റ്റ് പഠിപ്പിക്കുന്നത്. അതേസമയം ഈസ്റ്റ് നേരെ തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇതൊന്നുമില്ലെങ്കിലും ജീവിതം സേവനമാക്കി മാറ്റണം. ജീവിതം ഒരു ആഘോഷമല്ല, നിത്യമായ സേവനമാണ്, നിത്യമായ ശാന്തിയാണ്. അതിനൊക്കെ അപ്പുറം ഈ മനുഷ്യജന്മം എടുത്തിരിക്കുന്നത് നമ്മുടെ എവല്യൂഷൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനാണ്. അതായത് നമ്മൾ ബ്രഹ്മജ്ഞാനത്തിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതാണ് ഈസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് സുഖസൗകര്യങ്ങളൊക്കെ അവർ തള്ളിക്കളയുന്നു. അത്യാവശ്യമുള്ള കാര്യമൊക്കെ മതി, അനാവശ്യമായ ഒരു കാര്യവും വേണ്ട. അതൊക്കെ മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും, അല്ലേ? വലിയ പണക്കാരനായി കഴിഞ്ഞാൽ സ്വന്തം പുത്രൻ പോലും നമ്മുടെ ശത്രുവായിട്ട് മാറും. അതാണ് പണം നമുക്ക് തരുന്ന ഒരു വലിയൊരു ഗുണം. പിന്നെ പണത്തിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ് കുറേയുണ്ട്. എന്താണ് കൊളസ്ട്രോള്, ഷുഗർ, BP, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ പല കാര്യങ്ങൾ. അല്ലാതെ വെറുതെ പണം കയറി വരില്ല. മഹാലക്ഷ്മിയുടെ കൂടെ ഇതൊക്കെ കയറി വരും. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് തോട്ട്സുകളാണ്, രണ്ട് വൈവിധ്യമാർന്ന ബോധധാര എന്ന് പറയാം. വാൽമീകി ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് ആധ്യാത്മിക ജീവിയായിട്ട് മാറി, അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നതിൻ്റെ മികവ് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചൊരു മഹാഋഷിയായിട്ട് മാറി. അതുകൊണ്ട് അദ്ദേഹത്തെ ജീവിത വിജയം നേടിയ വ്യക്തിയായിട്ട് നമ്മുടെ പൂർവ്വസൂരിയിൽ പറയും. എത്രയോ പണക്കാരുണ്ടായിരുന്നു, അല്ലേ? നിങ്ങളുടെ ചുറ്റും എത്രയോ പണക്കാരുണ്ട്. ഈ പണക്കാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവർ പണക്കാർ ആണ് എന്നതല്ലാതെ. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പണം വന്നു കഴിഞ്ഞാൽ ഈ പണം ഉള്ളത് കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് അവർ മനസ്സിലാകും. അതുകൊണ്ട് അവർ പല തരത്തിലും പബ്ലിസിറ്റി കിട്ടുന്നതിനുണ്ട് പല കാര്യങ്ങളും ചെയ്യും. വേണമെങ്കിൽ ഡാൻസ് കളിക്കും, വേണമെങ്കിൽ കുംഫു ചെയ്യും, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും, പലതിനെയും കുറിച്ച് അഭിപ്രായം പറയും, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്വന്തമായിട്ട് നിറഞ്ഞു നിൽക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്? അവർക്ക് കാര്യം മനസ്സിലായി, ഈ പണം ബാങ്കിലിട്ട് ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. അതിനൊക്കെ അപ്പുറം ഒരുപാട് പഠിക്കേണ്ടതാണ് ഈ യൂണിവേഴ്സിറ്റി. ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, പ്രത്യേകിച്ച് ആധ്യാത്മികമായ കാര്യങ്ങൾ ഒരുപാട് പഠിക്കണം, ഒരുപാട് സേവനം ചെയ്യണം. അതിനപ്പുറം വളരെ സിമ്പിളായിട്ട് ചെയ്യും. ഇങ്ങനെ സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതാണ് ഈ രാമായണത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മൾ ലക്ഷ്യമാണ്. അതായത് രത്നാകരൻ്റെ വാൽമീകി വരെയുള്ള കഥ, അതാണ് രാമായണം പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ശ്രീരാമൻ്റെ വിവാഹ സ്ഥലത്താണ്. ശ്രീരാമൻ സീതയെ വിവാഹം കഴിച്ചു. ലക്ഷ്മണൻ ഊർമിളയെ വിവാഹം കഴിച്ചു. ഭരതൻ മാണ്ഡവിയെ വിവാഹം കഴിച്ചു. ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഈ ഓരോ കഥാപാത്രങ്ങൾക്കൊക്കെ വാൽമീകി ഓരോ പേര് നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ചാലറിയാം. എന്തൊരു ജീനിയസാണ് ഈ വാൽമീകി. ആധ്യാത്മികതയെക്കുറിച്ച് എന്തൊരു അറിവായിരുന്നു ആ മനുഷ്യന്. എല്ലാവരും രാമായണത്തെക്കുറിച്ച് പ്രകൃതിയുടെ ഒരു കണ്ണാടിയാണ്, അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിച്ച ഏറ്റവും വലിയ കവിയാണ് വാൽമീകി എന്നൊക്കെ പറയും. പക്ഷെ അതിനൊക്കെ അപ്പുറം, മനുഷ്യ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നതിനും അപ്പുറം ആധ്യാത്മികതയുടെ എല്ലാ ചെപ്പും പന്തും അറിയാവുന്ന ഒരാളാണ് ഈ വാൽമീകി. നിങ്ങൾ ആ പേരുകൾ തന്നെ നോക്കൂ. സീത ഭൂമിയുടെ പുത്രിയാണ്. ഭൂമിയുടെ പതി ആരാണ്? ഭൂപതി, രാജാവാണ്, അല്ലേ? അതാണ് ജനകൻ. സീത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ശ്രീരാമൻ നമ്മുടെ ആധ്യാത്മിക ഭാവം. അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കണം ഈശ്വരൻ. ഹേ ഈശ്വര, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് സിംഹാസനത്തിൽ കാലിന്മേൽ കാലിട്ടിരിക്കണം. അതാണല്ലോ ഭക്തൻ്റെ അപ്രോച്ച്. ലക്ഷ്മണൻ ലക്ഷ്യബോധമാണ്. ലക്ഷ്മണൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഊർമിളയെയാണ്. ഊർമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തിരമാലകൾ എന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള തിരമാലകൾ, നമ്മുടെ മനസ്സിൻ്റെ തിരമാലകൾ, നമ്മുടെ ചിന്തകൾ, അല്ലേ? ഐ തിങ്ക് ആൻഡ് ഐ ആം. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിൽ ഞാനില്ല. നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളേ ഇല്ല. അപ്പോൾ
നമ്മുടെ ചിന്തകളാകുന്ന തിരമാലകളെ നിയന്ത്രണത്തിൽ നിർത്തും ആര്? ലക്ഷ്യബോധം. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, അതിപ്പോൾ ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യമാണ്. ഭൗതിക ലക്ഷ്യം നോക്കാം. നിങ്ങൾക്കൊരു വലിയൊരു പണക്കാരനാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കും. അദാനിയെപ്പോലെയോ ബിർളയെപ്പോലെയോ ടാറ്റയെപ്പോലെയോ ഒക്കെ ഉള്ള ലോകത്തറിയപ്പെടുന്ന ഫോബ്സ് മാസികയിലൊക്കെ നിങ്ങളുടെ പേര് വരണം, അങ്ങനെയുള്ള ഒരു പണക്കാരൻ. അങ്ങനെ ഒരു പണക്കാരനാകണം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യബോധം തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലക്ഷ്യബോധമാണ്. നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ സ്ഥാനത്തെത്തില്ല. നമ്മുടെ അംബാനിയെക്കുറിച്ചൊരു കഥയുണ്ട്. അത് വെറും കഥയാണെന്ന് പറയുന്നു, എന്തായാലും രസകരമായ കഥയാണ്. അദ്ദേഹം ഒരു പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കാൻ നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്രേ. സത്യത്തിൽ അദ്ദേഹം ആ പെട്രോൾ ബങ്കിൻ്റെ ഏതാണ്ട് എല്ലാ ചുമതലകളും നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ തുടങ്ങിയത് അങ്ങനെ ആയിരിക്കാം. ഒരു പെട്രോൾ ബങ്കിൽ നിൽക്കുന്ന പെട്രോൾ അടിച്ചിരിക്കുന്ന പയ്യൻ. നമ്മളിപ്പോൾ കാറിൽ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ അവിടെ കുറേ ആളുകൾ വരുമല്ലോ, തൊപ്പിയൊക്കെ വെച്ചിട്ട് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സാർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈൽ. അതൊരു പയ്യൻ. അയാൾക്കൊരു കുഴപ്പമുണ്ട്. വലിയ വണ്ടികൾ വന്നാൽ മാത്രമേ അയാൾ പെട്രോൾ അടിക്കും. കൊച്ചു വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇത് ചീള് കേസെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അങ്ങനെ ഒരു പയ്യൻ. ഇത് കംപ്ലൈൻ്റായി. ചെറിയ മോറീസ് മൈനർ, അതുപോലെ തന്നെ ബക്ക്ഫീറ്റ്, അന്നത്തെ കാറുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ആൾക്ക് ആ കാറുകൾ അറിയില്ല, പഴയ ആൾക്ക് അറിയാം. ആ ബക്ക്ഫീറ്റോ അല്ലെങ്കിൽ ഓസ്റ്റിനോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മോറീസ് മൈനറോ വന്നു കഴിഞ്ഞാൽ ഇയാൾ പെട്രോൾ അടിക്കില്ല. അതേസമയം ഒരു ഇംപാല വരികയാണ്, അല്ലെങ്കിൽ ഒരു ഫോർഡ് വരികയാണ്, ഫോർഡ് ഇപ്പോഴും ഉണ്ട്, ഒരു സ്റ്റുഡിബേക്കർ വരികയാണ്, ഒരു ഡോഡ്ജ് വരികയാണ്, അല്ലെങ്കിൽ റോൾസ് റോയ്സ് വരികയാണ്, ഇങ്ങനെയൊക്കെയുള്ള പഴയ കാറുകൾ വരികയാണെങ്കിൽ ഉടൻ ഇയാൾ ചെന്ന് പെട്രോളൊക്കെ അടിച്ച് ചുറ്റുമൊക്കെ നോക്കി പറ്റുമെങ്കിൽ അത് തുടച്ചും കൊടുക്കും. ഇത് കംപ്ലൈൻ്റായി കസ്റ്റമേഴ്സിന്. അപ്പോൾ മാനേജർ വിളിച്ചിട്ട് ഇവൻ്റെ ചെവിയിൽ 2 മുറുക്ക കൊടുത്ത് ഇറക്കി വിട്ടു. 15 വയസ്സേ ഉള്ളൂ അന്ന് ഈ ധീരുവിന്. ഇനി എടുക്കാൻ പറ്റില്ല എന്നത്. ജോലി പോയപ്പോൾ ഈ പയ്യന് വലിയ സങ്കടമായി, നമുക്കറിയാൻ തുടങ്ങി. അപ്പോൾ മാനേജർ പറഞ്ഞു, സാരമില്ല, ഈ വൃത്തികേട് ഇനി കാണിക്കില്ല, നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ മര്യാദയ്ക്ക് നിന്നാൽ 18 വയസ്സ് കഴിയുമ്പോൾ ഞാൻ നിനക്ക് എൻ്റെ ചിലവിൽ ലൈസൻസ് എടുത്ത് തരാം. പക്ഷേ അവിടെ അത്രയും കാലം അവിടെ നിൽക്കണം. എനിക്കറിയാം നിനക്ക് കാറുകളോട് വലിയൊരു ഭ്രമമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും സാഹിബിനോട് ഒക്കെ പറഞ്ഞിട്ട് നിന്നെ ഒരു നല്ല കാറ് ഓടിക്കാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടാക്കിത്തരാം. ഞാൻ അവരുടെ ഒരു ഡ്രൈവറാക്കി നിന്നെ റെക്കമെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ അവരെടുക്കും. ഇത് പറഞ്ഞപ്പോൾ ധീരു ഇങ്ങനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഡ്രൈവറാവാന്? ഞാൻ ഈ കാറിനെ ചുറ്റും നടന്നു നോക്കുന്നത് അത് വാങ്ങുന്ന കാര്യത്തിന് ചിന്തിച്ചിട്ടാണ്. നമുക്ക് കയ്യിൽ 5 പൈസയില്ല, പക്ഷെ റോൾസ് റോയ്സ് വാങ്ങുന്നത് എങ്ങനെ എന്നാണ് ആ കുട്ടിയുടെ ചിന്ത. ഇതാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്യബോധം. ഇല്ല, നമ്മൾ കളിയാക്കി പറയും, അരിമണിയൊന്നു കുറിക്കാനില്ല തരിവിളയിട്ടു കിളിക്കാൻ മോഹം എന്ന് കുഞ്ചൻ തമ്പിയാരോ. അരിമണിയൊന്നുമില്ല കയ്യിൽ, പക്ഷേ തരിവിളയിട്ട് കിളിക്കാൻ മോഹം. പക്ഷേ ഈ മോഹങ്ങൾ, ഈ ലക്ഷ്യബോധങ്ങൾ, ഇത് തന്നെയാണ് മനുഷ്യനെ എല്ലാ കാലവും വളർത്തിയിട്ടുള്ളത്. ഈ ലക്ഷ്യബോധമില്ലെങ്കിൽ ആർക്കും ഒന്നും വളരാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലക്ഷ്യബോധം ആരെ നിയന്ത്രിക്കണം? മനസ്സിനെ നിയന്ത്രിക്കണം. ചിന്തകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്തുവാൻ സാധ്യമല്ല. ബിസിനസ്സിനകത്ത് നിങ്ങൾ എപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം. നിങ്ങൾ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒരിക്കലും ബിസിനസ് നിൽക്കാൻ കഴിയില്ല. ദോസ് ഹു കനോട്ട് സ്മൈൽ ഷുഡ് നോട്ട് ഓപ്പൺ എ ഷോപ്പ്, ചൈനക്കാർ പറയാണ്. പുഞ്ചിരിക്കാൻ കഴിയാത്തവൻ പെട്ടിക്കട തുടങ്ങരുത്. ഒരു മുറുക്കാങ്കടി ഇറങ്ങി പോലും അതിനകത്ത് റൂൾസ് ഉണ്ട്. അയാൾ വളരെ നന്നായിട്ട് പെരുമാറുന്ന ആളായിരിക്കണം. നിങ്ങളിനി എത്ര ഹാർഡ് വർക്കിംഗ് ആയിരിക്കാം, നിങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി വളരെ വില കുറച്ച സാധനങ്ങൾ കൊടുക്കുന്നുണ്ടാവാം, പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് നിങ്ങളുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആളുകളെ നിനക്ക് പുഞ്ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആളുകൾ ചൂടായാലും പുഞ്ചിരിയോട് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ബിസിനസ് മാൻ ആവാൻ കഴിയില്ല. അപ്പോൾ ചിന്തകളെ നിയന്ത്രിച്ച് നിർത്തണം. ഊർമിള ലക്ഷ്മണനെ കല്യാണം കഴിയും. പിന്നെ ഭരതൻ മാണ്ഡവിയാണ് കല്യാണം കഴിക്കുന്നത്. ഈ മാണ്ഡവ്യ എന്ന് പറയുമ്പോൾ ഉപനിഷത്തുകളിലാണ് ഇത് വരുന്നത്. മണ്ഡു ഉപനിഷത്ത്, അതൊക്കെ മാണ്ഡവ്യ ഉപനിഷത്ത്. ഈ ഉപനിഷത്തുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവയൊക്കെ ജീവിതത്തിൻ്റെ അച്ചടക്കത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. എങ്ങനെ ജീവിതം കൊണ്ടുപോകണമെന്നുള്ള ഒരുപാട് ഉപദേശങ്ങളുള്ള പുസ്തകങ്ങളാണ്. മാത്രമല്ല ഒരു രാജഭരണമൊക്കെ നിർവഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇത് പ്രത്യേകം പഠിപ്പിക്കുന്ന ഉപനിഷത്തുകൾ. അന്നത്തെ രാജകുമാരന്മാർ ഈ ഉപനിഷത്തുകളൊക്കെ വളരെ കൃത്യമായി പഠിച്ചത്. അത് ഭരതൻ്റെ ഭാര്യയാണ്
അങ്ങനെ ഒരാളാവേണ്ടത്. പിന്നെ ശ്രുതകീർത്തി. ശ്രുതം എന്ന് പറഞ്ഞാൽ വേദം, കീർത്തി എന്ന് പറഞ്ഞാൽ മഹിമ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിലോസഫിക്കൽ ലൈഫ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ശത്രുതയില്ലാതെ ജീവിക്കാൻ പറ്റൂ. ഈ ശത്രുത ഇത്ര പേടിയാണോ ചോദിക്കും. പണ്ട് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു, എന്താണ്, ഒരു ശത്രുവുമില്ലാതെ ജീവിച്ചവൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ശത്രുത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആ ശത്രുതയെ ഇല്ലാതാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതായത് എത്ര നിങ്ങളുടെ ശത്രുവും ഉള്ളുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കണം. ഈ ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെക്കാൻ വന്ന സമയത്ത്, ഗാന്ധിജി കാരണമാണ് ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ ഇത്രയധികം കഷ്ടത്തിലാകുന്നത് എന്ന് ഗോഡ്സെ ചിന്തിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു തോക്കുമായിട്ട് വന്ന് ഗാന്ധിയെ വെടിവെക്കാൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഗാന്ധി സ്റ്റേജിലിരിക്കുകയാണ്. അദ്ദേഹം രഘുപതി രാഘവ രാജാറാം എന്നൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം വന്ന് വെടിവെക്കുന്നത്. പക്ഷെ വെടിവെക്കുന്നതിന് മുമ്പ് ഗോഡ്സെ ചെയ്തത് മഹാത്മാഗാന്ധിയെ സാഷ്ടാംഗം നമസ്കരിക്കലാണ്. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളെ ബഹുമാനിക്കാനുള്ളൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. പണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്ന് വിട്ടകലുന്ന സമയത്ത് അദ്ദേഹം ഗാന്ധിജിക്ക് എഴുതിയ ഒരു കത്തിനകത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് അഹിംസാ മാർഗത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ കഴിയുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നു. അത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെ. പക്ഷേ അങ്ങനോട് ക്ഷമിക്കണം, അതൊരിക്കലും നടക്കില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായൊരു പോരാട്ടം തന്നെ നടത്തണം. അതുകൊണ്ട് ഞാൻ അങ്ങയോട് എൻ്റെ എല്ലാ ബഹുമാനത്തോടു കൂടിയും വിയോജിക്കുന്നു. ഇതാണ് ശത്രുവിന് പോലും നമ്മളോട് സ്നേഹം തോന്നുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മളിൽ വരണം. അല്ല ശത്രുക്കളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ശത്രുവിന് പോലും നമ്മളോട് എതിർക്കുമ്പോൾ ഉള്ളിലൊരു കുറ്റബോധമാണ്, ഇത് ചെയ്യരുതായിരുന്നു. ഇതൊക്കെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ആധ്യാത്മിക വേദി. അപ്പോൾ സാധകൻ അറിയേണ്ട കാര്യങ്ങളാണ് ശ്രുതകീർത്തി. ശ്രുതം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേദങ്ങളെയാണ്. കീർത്തി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മഹിമ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഈ ഉപനിഷത്തുകളൊക്കെ പഠിച്ചിരിക്കണം. അപ്പം നമുക്കൊരു ഫിലോസഫിക്കൽ മൈൻഡ്, ഈ ഫിലോസഫിക്കൽ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും. ലോകത്തെ തന്നെ ഒരു പുഞ്ചിരിയോടുകൂടി കാണാൻ കഴിയും. അതാണ് ഫിലോസഫേഴ്സിൻ്റെ വലിയൊരു ഗുണം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയൊരു ഫിലോസഫറാണ് സോക്രട്ടീസ്. അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിന്നിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് വളരെ ദേഷ്യത്തോടൊരു സ്ത്രീ ഇങ്ങനെ സോക്രട്ടീസിനെ നോക്കുന്നു. ആരാണ്? സോക്രട്ടീസിൻ്റെ ഭാര്യ. എന്താണ് ദേഷ്യത്തിൻ്റെ കാരണം? അദ്ദേഹം ചന്തയിൽ പോയി ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. പോയിട്ട് 2 മണിക്കൂറായി, ഇതുവരെ ചന്തയിൽ പോയിട്ടില്ല. മുറ്റത്തുനിന്ന് സുഹൃത്തുക്കളുടെ വാചകമാണ്. അവർക്ക് ദേഷ്യം വന്നിട്ട് കുറേ അഴുക്ക് വെള്ളം കൊണ്ട് തൊട്ടിക്കൊണ്ടുവന്നിട്ട് ഈ സോക്രട്ടീസിൻ്റെ തലയിലേക്ക് അങ്ങനെ ഒഴിച്ചു. ഈ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് സോക്രട്ടീസിൻ്റെ ഒരു സുഹൃത്ത്, ഒരു ശിഷ്യൻ സോക്രട്ടീസിനോട് ഒരു ചോദ്യം ചോദിച്ചു. സോക്രട്ടീസ്, ഹൗ ഡിഡ് യു ബിക്കം സച്ച് എ ഗ്രേറ്റ് ഫിലോസഫർ? എങ്ങനെയാണ് അങ്ങ് ഇത്രയും വലിയൊരു തത്വചിന്തകനായി മാറിയത്? അപ്പോഴാണ് തലയിൽ വെള്ളം വന്നു വീഴുന്നത്. ആ വെള്ളം മുഴുവൻ ഇങ്ങനെ പോകുന്നവരെ സോക്രട്ടീസ് കണ്ണടച്ചിരുന്നു. എന്നിട്ട് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, ദിസ് ഈസ് ഹൗ ഐ ബിക്കെയിം എ ഫിലോസഫർ. ഇതാണ് ഫിലോസഫറിൻ്റെ ആറ്റിറ്റ്യൂഡ്. എപ്പോഴും ദ ഗ്രേറ്റ് മെൻ എന്ന് പറയുന്നവർ അവരുടെ മനസ്സിനകത്ത് 100% നിയന്ത്രണമുള്ളവരാണ്. ന്യൂട്ടൺ അനദർ എക്സാമ്പിളാണ്. ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും ബുദ്ധിയുള്ളൊരു ശാസ്ത്രജ്ഞനാണ് ന്യൂട്ടൺ. അദ്ദേഹം കണ്ടുപിടിച്ച പല കാര്യങ്ങൾ ശാസ്ത്രത്തെ ഒരു ബൂസ്റ്റ് റോക്കറ്റ് പോലെ മുന്നോട്ട് തള്ളി. അദ്ദേഹം ഫിസിക്സിൽ മാത്രമല്ല, ബോട്ടണിയിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. പല തലങ്ങളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. അവസാന കാലത്ത് അദ്ദേഹം യൂണിവേഴ്സൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സത്യത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതായത് ഗ്രാവിറ്റി പോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചത്. നമ്മൾ ഈ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് പോലെ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ഗവേഷണം നടത്തി, ഒരുപാട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഇതെല്ലാം ഇങ്ങനെ എഴുതി പേപ്പർ കെട്ട് കണക്കി ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ മുറിയിൽ ഇങ്ങനെ തീ കണ്ടു. ഇദ്ദേഹം ഓടിച്ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് മാത്തമാറ്റിക്കൽ ഫോർമുലയും ഇതെല്ലാം കത്തി നശിച്ചു പോയി. 5-6 വർഷത്തെ പ്രവർത്തനം 5 നിമിഷം കൊണ്ട് കത്തിപ്പോയി.
മൂലയിൽ ഒരാൾ ഇരിപ്പുണ്ട്. ആരാണ് വില്ലൻ? ഇതിൻ്റെ വില്ലൻ ആരാണ്? ഒളിമ്പസ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പട്ടി. നമ്മുടെ ഒളിമ്പിക്സ് എന്നുള്ള പേരിൽ നിന്നാണ് എടുത്തിട്ടുണ്ട്, ഒളിമ്പസ്. ആ ഒളിമ്പസ് എന്നുള്ള പട്ടി ഈ മേശയിൽ കയറിയപ്പോൾ അവിടെ ഇങ്ങനെ കത്തിച്ചു വെച്ചിരുന്ന മെഴുതിരി തട്ടിപ്പോയി. അത് വീണാണ് ഈ പേപ്പർ മുഴുവൻ കത്തിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻസ് മുഴുവൻ പോയി. ഒളിമ്പസ് തീ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കണം. ന്യൂട്ടൺ പോയി തൻ്റെ ഒളിമ്പസ് ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ താലോലിച്ചിട്ട് പറഞ്ഞു, ഒളിമ്പസ്, യു ഡോണ്ട് നോ വാട്ട് യു ഹാവ് ഡൺ. നീ എന്താണ് ഈ ചെയ്യുന്നത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. മറ്റാർക്കാണെങ്കിലും ആ പട്ടിയോട് വല്ലാത്തൊരു ദേഷ്യം വന്നു. എന്ത് നമ്മൾ സ്നേഹിക്കുന്നു, നമ്മുടെ കുട്ടിയാണെങ്കിൽ വല്ലതും നമുക്ക് ദേഷ്യം വരില്ലേ? നമ്മൾ ചെയ്ത ഇത്രയും വർഷം ചെയ്തത് മുഴുവൻ കരിഞ്ഞു പോകുന്നതിന് കാരണമായി തീർന്നു. അത് വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല എങ്കിൽ പോലും ആർക്കും ദേഷ്യം വരും, സങ്കടം വരും. പക്ഷേ ന്യൂട്ടൺ അതൊന്നും കാണിച്ചില്ല. എടുത്ത ഒളിമ്പസിനോട് പറഞ്ഞു, നിനക്കറിയില്ല നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഫിലോസഫി, ദിസ് ഈസ് നോളജ്. ഇത് നമുക്ക് തരുന്നത്, ഈ തരത്തിലുള്ള മനോനിയന്ത്രണം നമുക്ക് തരുന്ന ആരാണ്? എവിടെ നിട്ടും? നിങ്ങൾ ഉപനിഷത്തുകളിലും വേദങ്ങളിലും വായിച്ച് അതിലെ പല കാര്യങ്ങളും ഫിലോസഫിക്കലായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരതനെ പോലെ നന്നായിട്ട് രാജ്യം ഭരിക്കാനുള്ള കഴിവുണ്ടാവും, അല്ലേ? ഒരു ഗ്രേറ്റ് കിങ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ഫിലോസഫറായിരിക്കണം. ആ ഫിലോസഫി ഇല്ലെങ്കിൽ എന്ത് ഗ്രേറ്റ്നെസ്സാണ് ഒരു കിങ്ങിനുള്ളത്. നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കി. എന്നിട്ട് അദ്ദേഹം പകുതി വെച്ച് മരിച്ചുപോയി. അല്ല, അദ്ദേഹത്തിന് വലിയൊരു പ്ലേഗോ പനി അങ്ങനെ വന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി ബാബിലോണിയിൽ വെച്ചിട്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി തിരിച്ച് ഏഥൻസിലേക്ക് കൊണ്ടുപോയി, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി, ഗ്രീസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, എൻ്റെ ബോഡി അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശവപ്പെട്ടിയുടെ വശത്തെ 2 ഓട്ടയിട്ട് എൻ്റെ കൈകൾ ഇങ്ങനെ ഇട്ടേക്കണം. അങ്ങനെയാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ഈ അലക്സാണ്ടർ ചക്രവർത്തി ആരാണെന്ന് ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കണം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവാണ് അരിസ്റ്റോട്ടിൽ, എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഇൻ എ ഗ്രേറ്റ് ഫിലോസഫർ. അരിസ്റ്റോട്ടിലിൻ്റെ ഗുരുവാണ് പ്ലേറ്റോ. അതുപോലെ ഒന്നുകൊന്നും മെച്ചമാണ് പ്ലേറ്റോ ആണ് റിപ്പബ്ലിക്കൊക്കെ എഴുതിയത്. പ്ലേറ്റോ ആരുടെ ശിഷ്യനാണ്? സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ്. ഒരു ഗുരു പരമ്പര, ബുദ്ധിയുള്ളവരുടെ ഒരു ചങ്ങല. അതിൻ്റെ എൻഡിലാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫിലോസഫി ഉണ്ടായിരിക്കണം. പക്ഷേ ആ ഫിലോസഫിക്ക് ഒക്കെ അപ്പുറം അദ്ദേഹത്തിന് പ്രസിദ്ധി കിട്ടിയത് ഒരുപാട് പേരെ കൊന്ന് പിടിച്ചടക്കി, രാജ്യങ്ങൾ പിടിച്ചടക്കി, ലോക ചക്രവർത്തിയാവാൻ ശ്രമിച്ചു എന്ന വിഡ്ഢിത്തത്തിലാണ്. വിഡ്ഢിത്തം തന്നെയാണ്. ആ ഡെഡ് ബോഡിയാണ് ഇപ്പോൾ തിരിച്ചുകൊണ്ട് തരികയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒസ്യത്തിൽ എഴുതി വെച്ചത്, എൻ്റെ ശവപ്പെട്ടി കൊണ്ടുപോകുമ്പോൾ 2 സൈഡിലും 2 ഓട്ട ഇട്ടിട്ട് 2 കൈ ഇങ്ങനെ ഇട്ടേക്കണം. എന്താണ് ഫിലോസഫിക്കലി അദ്ദേഹം ഏതൻസ് നഗരത്തിലെ ആളുകളോട് പറയാണ്, ഇതാ വിശ്വചക്രവർത്തി വരുന്നു, കയ്യിലൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ സംഭവം കണ്ടിട്ട് ഏതൻസിലെ ആളുകൾ പറഞ്ഞത്രേ, നമ്മുടെ ചക്രവർത്തിക്ക് ഇപ്പോഴെങ്കിലും വിവരം വന്നല്ലോ. നൗ ഹി ഹാസ് ബിക്കം എ ഫിലോസഫർ. ഇതുവരെ ഇവരാരും പഠിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് മനസ്സിലായില്ല, ഇപ്പോൾ ഫിലോസഫറായി. അപ്പോൾ ശ്രീരാമൻ നമ്മുടെ ആധ്യാത്മിക തേജസ്സാണ്, നമ്മുടെ മനസ്സിനെ മാറോടണയ്ക്കും. എൻ്റെ പ്രിയ സഖിയായിട്ട് സീത മാറുന്നു, മനസ്സ് മാറുന്നു. എൻ്റെ മനസ്സ് വൈദേഹി എന്നാണല്ലോ സീതയുടെ മറ്റൊരു പേര്. വിദേഹത്തിൽ ഉള്ളവൾ വൈദേഹി, വിദേഹത്തിൻ്റെ പുത്രി. വിദേഹം എന്ന് പറഞ്ഞാൽ വിശേഷാലുള്ള ദേഹം, അത് നമ്മൾ ഓർമ്മിക്കണം, സൂക്ഷ്മ ശരീരമാണ്. ഇപ്പോൾ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം. അവിടെ ഇരിക്കുന്ന കല്ലോ ബിംബമോ ഒന്നുമല്ല. അവിടെ ചെന്ന് കണ്ണടച്ച് തൊഴണം. ഇങ്ങനെ ഈ നമ്മൾ ശ്രീകോവിലേക്ക് നോക്കി തൊഴുമ്പോൾ നമ്മുടെ 2 ഈ വിരലുകൾ ഹൃദയത്തോട് ചേർന്നിരിക്കുകയാണ്. അങ്ങനെയാണ് തൊഴുന്നത്. അങ്ങനെ തൊഴുമ്പോൾ കണ്ണടയ്ക്കണം. ദീപാരാധനയൊക്കെ കാണുമ്പോൾ കണ്ണടച്ചാണ് തൊഴേണ്ടത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഒരു കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖം നമ്മൾ കാണുന്നു. നമ്മുടെ ഒരു പൊട്ടിടുന്നു. നമ്മൾ പൊട്ടിടുമ്പോൾ നമ്മുടെ തലയിലാണ് ആ പൊട്ട് വീഴുന്നത്, കണ്ണാടി രൂപത്തിലൊന്നും വീഴുന്നില്ല. അതുപോലെ ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴിൽ നിൽക്കുമ്പോൾ ഉള്ളിലുള്ള ഈശ്വരനെയാണ് കാണുന്നത്. ആ ഈശ്വരനാണ് നമ്മൾ വന്ദനം പറയുന്നത്, ആ ഈശ്വരനാണ് പൂജിക്കുന്നത്, ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വമായ രാമനെ നമ്മൾ തിരിച്ചറിയണം. അതാണല്ലോ രാമായണം തന്നെയല്ലേ. അപ്പോൾ സീതയെ മനസ്സിലേക്ക് ചേർക്കുന്നു. ലക്ഷ്മണൻ ലക്ഷ്യബോധം, ഊർമിളയെ ഭാര്യയാക്കി മാറ്റുന്നു. ഊർമി തിരകളാണ്. അപ്പോൾ വിചാരങ്ങളെ അടക്കാനുള്ള കഴിവ്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിച്ചുവിടാൻ തിരിച്ചറിയാനുള്ള കഴിവ്, ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കരുത്. അതാണ് ലക്ഷ്യബോധം നമുക്ക് തരുന്ന ഒരു വലിയൊരു ഉപദേശം. പിന്നെ മാണ്ഡവി
മാണ്ഡവി എന്ന് പറയുമ്പോൾ ഉപനിഷത്തുകളെ കുറിച്ചൊക്കെയാണ്, അല്ലെങ്കിൽ വേദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശ്രുതകീർത്തി അതിൻ്റെ മാഹാത്മ്യമാണ്. അത് ഈ വേദങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് എന്താണ് നമുക്ക് നേടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഇങ്ങനെ 4 രാജകുമാരന്മാരും വിവാഹിതരായി സന്തോഷമായിട്ട് അങ്ങനെ കുറച്ച് ദിവസം മിഥിലാപുരിയിൽ താമസിച്ച ശേഷം അവർ തിരിഞ്ഞു മടങ്ങുമ്പോൾ ഒരു വലിയ ഘോരമായ ഒരു സംഭവം സംഭവിച്ചു. ഒട്ടും അവർ പ്രതീക്ഷിക്കാത്തത്, ദശരഥനെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു സംഭവം. നോക്കാം അടുത്ത എപ്പിസോഡിൽ ആ സംഭവം എന്താണ്, ആ സംഭവം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് കാര്യം, ഇതൊക്കെ നമുക്ക് നോക്കാം.